ഹലോ നമസ്കാരം. ഇന്നൊരു ട്രാവൽ ബ്ലോഗാണ്. പെരുന്നാളൊക്കെ ആയതുകൊണ്ട് വെക്കേഷനായി. അപ്പോൾ എല്ലാവർക്കും ലീവാണ്. അപ്പോൾ ഫാമിലിയോടൊത്തൊന്ന് പുറത്തു പോകാമെന്ന് ഓർത്തു. ഞങ്ങളുടെ കസിൻ കൂട്ടനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ യാത്ര അടിപൊളിയായി. ഞങ്ങളുടെ അടുത്തുള്ളൊരു ബീച്ചിലേക്കാണ് ഇന്നത്തെ യാത്ര. നിങ്ങൾക്ക് പോയിട്ടുണ്ടായിരിക്കും ഡാരൻ ബീച്ച്. അപ്പോൾ ഇന്ന് അങ്ങോട്ടേക്ക് പോകാമെന്ന് ഓർത്തു. എല്ലാവരും ഒന്ന് റിലാക്സ് ആകട്ടെ. പഠിത്തവും ജോലിയൊന്നും മാത്രം പോരല്ലോ, റിലാക്സിൻ്റെ സമയത്ത് അതും വേണം. അപ്പോൾ ഇതാ പാട്ടൊക്കെ കേട്ട് നല്ല റിലാക്സ് ആയിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ നല്ല മോശമാണ്, നല്ല ചൂടാണ്. പക്ഷെ വണ്ടിയിലിരിക്കുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് കഥകളൊക്കെ പറഞ്ഞ് വണ്ടികളൊക്കെ കണ്ട് പലതരം വണ്ടികളൊക്കെ കണ്ട് ഭയങ്കര അഭിപ്രായങ്ങളൊക്കെയാണ് മക്കളൊക്കെ. അപ്പോൾ അവരോട് അതിൻ്റെ ആൻസറൊക്കെ പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവുകയാണ്. ഇതാ കണ്ടില്ലേ, ഒരു ബീച്ചെത്തി. പക്ഷേ അവിടെ ഭയങ്കര തിരക്കാണ്. വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. എന്ത് ഭംഗിയല്ലേ, പച്ചയായിട്ടുള്ള ഈന്തപ്പഴം. അപ്പോൾ മോനൊക്കെ വന്നിത് കണ്ട് ആകാംക്ഷയോടെയാണ് കണ്ടത്. അതിനടുത്തൊക്കെ നിന്ന് കണ്ട് ഭയങ്കര ഡൗട്ടുകളൊക്കെ ആയിരുന്നു. എന്നാലും അതൊരനുഭവമായിരുന്നു. അങ്ങനെ നിന്നപ്പോഴാണ് തൊട്ടടുത്തൊരു പാർക്ക്. അപ്പോൾ പിന്നെ അങ്ങോട്ടൊന്ന് പോയി. അപ്പോൾ അത് അവിടുത്തെ കുതിരക്കുട്ടന്മാരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് ചാടി ഇറങ്ങി. നല്ല കാലാവസ്ഥയായിരുന്നു. വെയിലൊക്കെ മാറി ചെറിയ കാറ്റൊക്കെ ഉണ്ടായിരുന്നു, തണുത്ത കാറ്റ്. കടൽക്കര ആയതുകൊണ്ട് തന്നെ നല്ല കാലാവസ്ഥ. അപ്പോൾ പിന്നെ കുറച്ച് ക്രൗഡേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുമോ അത്. അപ്പോൾ ഞാൻ പറഞ്ഞ കുതിരക്കുട്ടന്മാർ അവർ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ അമ്മൂസ് നിലാവ് തയ്ച്ചുവിട്ട കോഴിയെ പോലെ പതുക്കെ നടന്നിട്ടുണ്ട്. ഏത് റൈഡേ കയറണമെന്ന് ആൾക്ക് നല്ല നിശ്ചയമില്ല. അപ്പോൾ ദൂരെ ഒരു ബോട്ട് പോകുന്നു. ആ കാഴ്ചയൊക്കെ ഇങ്ങനെ കണ്ട് ഭംഗിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പാർക്ക് വളരെ ചെറുതാണേലും വളരെ കളർഫുള്ളാണ്. അതിൻ്റെ ഓരോ റൈഡ്സിലും നല്ല കളറൊക്കെ ചെയ്ത് നല്ല അട്രാക്റ്റീവാണ്. പേരൻസൊക്കെ ഉണ്ട്, അവർ കുട്ടികളുമായിട്ട് നന്നായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയ വില്ലൻ റൈഡിലൊക്കെ കയറി അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു ട്രെയിൻ പോകുന്നു. നല്ല ഭംഗിയല്ലേ. കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. അടുത്ത ബീച്ചിലേക്ക് എത്തുകയാണ്. ഇവിടെ അല്പം ക്രൗഡുണ്ട്. ഈവനിങ് ടൈം ആയതുകൊണ്ട് ആൾക്കാർ കുറച്ചൊക്കെ ഉണ്ട്. സൂര്യാസ്തമയമാണ്. ആൾക്കാർ കടലിലേക്കൊക്കെ ഇറങ്ങുന്നു, കയറുന്നു. ആകെ ബഹളമാണ്. ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ എന്ത് ഭംഗിയല്ലേ. മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആകാൻ അടിപൊളി. കടൽ കണ്ടപ്പോൾ പിന്നെ പിള്ളേരും വലിയവരും ഒന്നും അടങ്ങി നിന്നില്ല. ഉടൻ തന്നെ അവരങ്ങോട്ടേക്ക് പോയി. കുറേ നേരം പിന്നെ അവർ വെള്ളത്തിലായിരുന്നു. അവർക്കും ഒരു സന്തോഷം, നമുക്കും ഒരു സന്തോഷം. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഈ കടൽ തീരത്ത് വായി പൊളിച്ച് ഇവിടെ തന്നെ ഇരുന്നു. പുല്ലും പറിച്ച് പൂവും കണ്ട് സൂര്യനെയും കണ്ട് പോകുന്നവരെയും വരുന്നവരെയും നോക്കി കൊച്ചിനെയും കളിപ്പിച്ച് വീഡിയോയും കണ്ട് നമ്മളെ ടൈം അങ്ങനെ അങ്ങ് പോയി. അവർക്കും സന്തോഷം, നമുക്കും സന്തോഷം, എല്ലാവർക്കും സന്തോഷം. അപ്പോൾ സന്ധ്യയായി. കുറേ ചേട്ടന്മാരവിടെ ഗ്രില്ല് ചെയ്യാൻ വന്നിട്ടുണ്ട്. കുറച്ച് പേരവിടെ ടെൻറ്റ് കെട്ടി താമസിക്കാൻ വന്നിട്ടുണ്ട്. നമ്മളിതിലൊന്നും ഇല്ലേ. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.